ഈ സമാധാനം പറഞ്ഞ ദീനുള്ള ആൾക്കാർക്കാണ്. അത് കോടികൾ ഉണ്ടായാലും ഓൻ സമാധാനമായിട്ടുണ്ടാവുക. കോടികളുണ്ട്, ഓർക്കൊരു പ്രശ്നമില്ല. കാരണം ഇത് ഇന്റേതല്ല, ഞാൻ ഉണ്ടാക്കിയതുമല്ല, ഇതെന്റേതുമല്ല, ഞാൻ ഉണ്ടാക്കിയതല്ല, എന്റെ റബ്ബ് എനിക്ക് തന്നതാണ്. ഖാറൂന് സമ്പത്ത് കൊടുത്ത അല്ലാഹു. ഇന്ന ഖാറൂന കാന മിൻ ഖൗമി മൂസ ഫബഗാ അലൈഹി وآتيناه من الكنوز ما إن مفاتحه لتنوء بالعصبة أولي القوة. ഖുർആൻ പറയാൻ ഇന്ന ഖാറൂന കാന മിൻ ഖൗമി മൂസ ഫബഗാ അലൈഹി وآتيناه من الكنوز ما إن مفاتحه لتنوء بالعصبة أولي القوة. അതിശക്തമായ സംഘത്തിനെ വഹിക്കാൻ മാത്രം താക്കോൽ കൂട്ടങ്ങൾ ഉണ്ടായിരുന്നു ഖാറൂന്. അല്ലാഹ് പറയാൻ. എന്നിട്ട് എന്താ ഖാറൂന് സംഭവിച്ചത്? ഖാറൂനോട് പറഞ്ഞു, ഈ ജനങ്ങളോട് അസ്തിൻ കമാ അഹ്സന അല്ലാഹു ഇലൈക്, അല്ലാഹ് നിന്നോട് ഉപകാരം ചെയ്ത പോലെ ആൾക്കാർക്ക് ഉപകാരം ചെയ്യ് ഖാറൂൻ എന്ന് പറഞ്ഞു. ഖാറൂൻ ആഡംബര അലങ്കാരത്തോടു കൂടി, ഫുൾ സെറ്റപ്പോടു കൂടി, ഖുർആന്റെ പ്രയോഗം തന്നെ വഖറജ അലാ ഖൗമി ഫീ സീനത്തി, ആഡംബര അലങ്കാരത്തോടു കൂടി. മനുഷ്യ പൈസ ഉണ്ടാക്കണേന്ന് അതിനാണ് വലിയ വണ്ടിയൊക്കെ വാടി വലിയ സെറ്റപ്പൊക്കെ ആക്കി അങ്ങാടി കൂടി ഗ്രാമത്തിൽ കൂടിയൊക്കെ അങ്ങനെ പോകുമ്പോൾ ഒരു റാഹത്തിന്റെ ഓനക്ക് തോന്നാണ്. ഖാറൂൻ അങ്ങനെ ഇറങ്ങി നാടൊക്കെ ചുറ്റാൻ തുടങ്ങി. ഫുൾ അണിയിച്ചൊരിച്ച വാഹനത്തിലും ആഭരണങ്ങളൊക്കെ അണഞ്ഞ് ഫുൾ സെറ്റപ്പോടു കൂടി. സാധാരണക്കാരായ ആൾക്കാർ, ഈമാനില്ലാത്ത ആൾക്കാർ, അവർ പറഞ്ഞു യാ ലൈതലനാ മിസ്ല മാ ഊതിയ ഖാറൂൻ, ഖാറൂന് നൽകപ്പെട്ടതുപോലെ നമുക്കും നൽകിയിരുന്നെങ്കിൽ എത്ര നന്നായനേ. എല്ലാവരും കൊതിച്ചു. ഖാറൂനോട് പറഞ്ഞു ജനങ്ങൾക്ക് ഉപകാരം ചെയ്യേ ഖാറൂൻ. ഖാറൂൻ അപ്പം പറഞ്ഞ മറുപടി ഉണ്ടായിരുന്നു, ഇന്നമാ ഊതീതുഹു അലാ ഇൽമിൻ ഇൻദി, ഞാൻ എന്റെ അറിവും എന്റെ യോഗ്യതയും എന്റെ എഡ്യൂക്കേഷൻ വഴി നേടിയെടുത്തതാണ്. അവിടെ അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ടില്ല. നമ്മളൊക്കെ പറയുന്നത് അന്ന് ഞാൻ മര്യാദയ്ക്ക് പഠിച്ചോണ്ടിരുന്ന് റാറ്റായിട്ട് ഞാൻ ജീവിക്കുന്നുണ്ട്, പെൻഷൻ വാങ്ങുന്നുണ്ട്, ഞാൻ ഇത്ര എന്നൊക്കെ. അന്നൊക്കെ ഞാൻ അധ്വാനിച്ചത് കൊണ്ട് വല്ലാഹി അവന്റെ അപകടത്തിന്റെ കുഴി അവൻ തോണ്ടിക്കൊണ്ടിരിക്കുകയാണ്. വെറുതെ മനുഷ്യൻ പറയാ, ഇയാൾ ജീവിക്കണേക്കാളും സുഖമായിട്ട് വേറെ ആൾക്കാർ ജീവിക്കുന്നുണ്ട്, ഒരു പണിയില്ലാതെ സ്കൂളിൽ പോവാത്തവൻ. എന്റെ യോഗ്യത കൊണ്ട് നേടിയെന്ന് ആർക്കും പറയാൻ പറ്റൂല. നമുക്കെന്ത് യോഗ്യതയുള്ളത്? ഞാൻ നേരത്തെ പറഞ്ഞ യോഗ്യത നമുക്കുള്ളത്. അങ്ങനെ കിടക്കുക കുറെ കാലം, പിന്നെ മുട്ടുത്തി ചെയ്യുക, ഇങ്ങനെയൊക്കെ ആയിരുന്നു നമ്മളെ യോഗ്യത. അതുകൊണ്ട് നമ്മളെ യോഗ്യത എന്ന് പറയുമ്പോൾ നല്ല പോലെ ആലോചിച്ചോളി. നമ്മൾ ഒരു ശിർക്ക് എന്ന് പറഞ്ഞ വേറെന്തോ താനാണ്. സാർമാരെ, അള്ളാഹുവിന്റെ അധികാര അവകാശങ്ങളിൽ കൈകടത്തലാണ് ശിർക്ക്. അള്ളാഹ് ഇട്ടുകൊടുക്കണം, അല്ല എന്നെ കൊടുക്കണം. എന്റെ റാസിക്ക് അള്ളാഹുവാണ്, എന്റെ മക്കളെ റാസിക്കും അള്ളാഹുവാണ്. അവനാണ് റാസിക്ക്. ഇന്നല്ലാഹു വർ-റസാഖ്. അതുകൊണ്ട് സാർമാരെ, കാര്യങ്ങൾ നടത്തുന്നവൻ അള്ളാഹുവാണ്. അതുകൊണ്ട് സമ്പത്ത് കൊണ്ട് കാര്യം നടക്കുന്ന മനുഷ്യൻ തെറ്റായി ധരിക്കാൻ, അതുണ്ടാക്കാൻ വേണ്ടി രാവും പകലും ഓടാൻ. എന്നിട്ട് അവസാനം ആ പറമ്പും ആധാരമൊക്കെ വിറ്റ് എവിടെ എത്താൻ? സാർമാരെ, സ്ത്രീമാരെ, ദീനനുസരിച്ച് ജീവിക്കുന്നവൻ അവർക്കൊന്നും സമാധാനം ഉണ്ടാവും. കാണുമ്പോൾ സമാധാനം ഒന്നും ഉണ്ടാവില്ല. ഓരങ്ങനെ ഒരു സാധാ സീത എങ്ങനെ പോകുന്നുണ്ടാവും? നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ ബാങ്ക് കൊടുത്താൽ കൃത്യമായിട്ട് ഒരു കടയിൽ നിന്ന് ഇറങ്ങി നിസ്കരിക്കാൻ പോകുന്ന ഒരാളുണ്ടാവും. ബാക്കിയുള്ള കടക്കാരൊക്കെ കച്ചവടം ചെയ്യാനുള്ള തിരക്കിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ ഇവണ്ടാവും ബാങ്ക് എടുത്താൽ അപ്പം അങ്ങനെ ഒരു വടിയൊക്കെ എടുത്ത് വെച്ചിട്ട് പള്ളിയിൽ പോകുന്നുണ്ടാവും. ബാക്കിയുള്ള വീടുകാരൊക്കെ ഇങ്ങനെ നോക്കണ്ട, ആ ചങ്ങായി പൊട്ടൻ ഇവിടെ മര്യാദയ്ക്ക് കുത്തിർന്നിട്ട് തന്നെ ഒരു കച്ചവടം നടക്കില്ല, വീട് പൂട്ടാൻ നിൽക്കണം, അപ്പോഴായി പൊട്ടൻ ഇങ്ങനെ പോണേ. നിസ്കാരമൊക്കെ ഇപ്പോൾ അള്ളാഹ്ക്ക് അറിയില്ല, ഇതൊക്കെ ഇവനെ പോണത്തെ പോരോ എന്നൊക്കെ പറയുന്നുണ്ടാവും. എന്നാൽ ഇവന്റെ അവസ്ഥ എന്തേക്കും? വേറെ ആത്തിൽ പോകണം. ഇവൻ ഒരു റക്കാത്ത് പോയാലേക്കും ടെൻഷൻ ഉണ്ടാകുക. പോയി ആ ചങ്ങായി കയറിയിട്ടാണിത്. ഇവൻ ഭയങ്കര സമാധാനത്തിൽ, മറ്റൊന്നെന്നും അടങ്ങേറിലുള്ളത്. കച്ചവടം ചെയ്യേണ്ടത് മാത്രമേ ഉള്ളൂ. നിങ്ങൾ വെറുതെ ചോദിച്ചു നോക്കണ്ടി, എങ്ങനെയുണ്ട് കച്ചവടം വെച്ചാ? അങ്ങനൊക്കെ പോകുന്നുണ്ട് അറിയും. എങ്ങനെയുണ്ട് ചോദിക്കും, അങ്ങനെ ഉണ്ട് അറിയും. ചിലപ്പോൾ പറയും കഴിഞ്ഞ കൊല്ലത്തെക്കാൾ മോശമാണെന്ന്. കഴിഞ്ഞ കൊല്ലം ചോദിച്ചാൽ പറഞ്ഞ് മഹാമോശമാണ്. എന്താണ് മനുഷ്യൻ? ദീനനുസരിച്ച് ജീവിക്കുന്ന മനുഷ്യൻ സ്വസ്ഥമായി ജീവിക്കും. അയാൾക്കൊരു ടെൻഷനും ഉണ്ടാവില്ല. കാരണം അവനറിയാം ഞാൻ ഇവിടുന്ന് പോകാനുള്ള ആളാണെന്ന്. പോകാനുള്ള ആളെ സംബന്ധിച്ചിടത്തോളം എന്താ ഈ പ്രശ്നം? ഇപ്പൊ ഇവിടുന്ന് നമുക്ക് അവിടെ ടോയ്ലറ്റില്ല, അത്ര ക്ലിയറില്ല, അവിടെ ചളിയാണ്. ആരെങ്കിലും കംപ്ലൈന്റ് അറിയണ്ടോ? ആരും പറയില്ല. കാരണം എന്താ, നമുക്കൊക്കെ അറിയാം, നമ്മള് ദുആ കഴിഞ്ഞാൽ ഇവിടുത്തെ അടിയെടുക്കാനുള്ള ഞാൻ അവിടെ ചളിയാകുക എത്ര ആയിക്കോട്ടെ, നമ്മൾ പോണേരെ മായ കരുതുന്നു.
അത്രേ ഉള്ളൂ. ഇതന്നെ സോർമാരെ ദുനിയാവിലുള്ളൂ. നമ്മളിത് ഭയങ്കര എന്തോ സംഭവം വിചാരിച്ച് നിൽക്കാൻ. വലിയ വലിയ കൊട്ടാരങ്ങൾ ഉണ്ടാക്കിയ ആൾക്കാർ എന്നിട്ട് എന്തോ പോയി ചുട്ടിട്ട് പോയി. ആരാണ് അവർക്കുള്ളത്? മഹ്മൽ പെ സോന വാല ആജ് മിട്ടി മെ സോ രഹാ ഹൈ. വലിയ വലിയ മെത്തകളിൽ സെറ്റപ്പുകളിൽ ഉറങ്ങിയ ആൾക്കാർ ആജ് മിട്ടി മെ സോ രഹാ ഹൈ, ഇന്ന് മണ്ണിൽ ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഖബർസ്ഥാനിലാണ് ആൾക്കാരുള്ളത്. നിങ്ങൾക്ക് ഒഴിവുണ്ടാവും ഒരു ഖബർസ്ഥാൻ്റെ അടുക്ക് പോകുമ്പോൾ ഒരു രാവിലെ 10 മണിക്കൊന്ന് നിർത്തിയെന്ന് ഖബർസ്ഥാനിൽ കയറി വെക്കേണ്ടി ഒറ്റ മനുഷ്യനുണ്ടാവില്ല. ആരുണ്ടാവും? വിജനമായി ഇങ്ങനെ കിടക്കാൻ. ഓരോ ഇവിടുത്തെ വലിയ വലിയ ആൾക്കാർ ഇന്ന് ഓരാരുമില്ല, ഒരു മണ്ണിന്റെ അടി കിടക്കാൻ. അവരുണ്ടാക്കിയ സമ്പത്തിന്റെ മേൽ കടിപടി കൂടി കേസും പിന്നെ അതേപോലെ വഴക്കും അടിയും ബഹളവും ഉണ്ടാക്കിയിട്ട് മക്കള് ഭൂമിയിലൂടെ നടക്കാൻ. ഇതൊക്കെ കണ്ടിട്ട് നമുക്ക് പാഠം മനസ്സിലാവില്ല. അതുകൊണ്ട് കാര്യങ്ങൾ നടത്തുന്നവൻ അല്ലാഹുവാണ്. അള്ളാഹനെ അറിയണം, അവന്റെ കൽപ്പനകൾ അനുസരിക്കണം. ആരെ കൽപ്പനകൾ? അള്ളാന്റെ കൽപ്പന അനുസരിച്ചാൽ അള്ളാഹ് നമ്മളെ സഹായിക്കും. അള്ളാന്റെ കൽപ്പന അനുസരിച്ചാൽ അള്ളാഹ് നമ്മളെ ഉറപ്പായിട്ട് സഹായിക്കും. താരന്മാരെ, അള്ളാഹ് ഇന്നും ഖാദിറെ മുത്ലഖൻ, അള്ളാഹ് നിരുപാധികം അന്ന് ചെയ്തതുപോലെ അല്ലെങ്കിൽ അതിനേക്കാൾ അപ്പുറം ചെയ്യാൻ ഇന്ന് അള്ളാഹ് കഴിവുള്ളവനാണ്. അവൻ വിചാരിച്ചത് അവൻ നടപ്പിലാക്കും. പക്ഷെ അള്ളാന്റെ കൽപ്പന അടിമ അനുസരിക്കണം. അതിൽ റിസർച്ച് ചെയ്യരുത്, അതിലൊരിക്കലും റിസർച്ച് ചെയ്യരുത്. അള്ളാഹ് എന്താണോ പറഞ്ഞത് അതേപോലെ അനുസരിക്കുക. ബുദ്ധിക്ക് യോജിച്ചാലും യോജിച്ചില്ലെങ്കിലും അനുസരിക്കണം. ഫിറൗൻ ഒരിക്കൽ